എടാ മോനെ, രംഗച്ചേട്ടൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ആളുകൾ എപ്പോ കാണുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗീവ് അപ്പ്? എന്തായി കത്തനാരെന്തായി കഴിഞ്ഞോ? കഴിയാറായില്ലേ? ഇതിപ്പോ കുറെ നാളായല്ലോ. മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തേക്കാൾ ഭയങ്കരമായിരുന്നു. ഐറ്റമണ്ടനാ കലക്കും. അന്യായം അണ്ണാ, അന്യായം. കത്തനാര് സിനിമ ഇറങ്ങിയിട്ടുണ്ട്, സീരിയൽ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ആ കത്തനാരൊന്നുമല്ല ഈ കത്തനാര്. ആപത്ത് കാലത്ത് വരുന്ന അതിമനുഷ്യൻ അഗ്നിയാണ്. ഇതിൽ കൂടെ ഇനി എന്താ വേണ്ട? കണ്ടതും കേട്ടതും ഒന്നുമല്ല വരാനിരിക്കുന്നത്. ഞാൻ ശരിക്കും ഇംപ്രസ്ഡ് ആയി. ഈ അടുത്ത കാലത്ത് അങ്ങനെ ഒരു കഥ വന്നിട്ടില്ല. കണ്ടിടത്തോളം എങ്ങനെയുണ്ട്? കണ്ണു തള്ളിയോ? പറഞ്ഞു കേട്ടതിലും ഗംഭീരം, അത്യുഗ്രൻ. പിള്ളേരുടെ പടം പിടുത്തം കൊള്ളാമല്ലടാ. പിന്നെ ഒരു മനിത ഉടമ്പിൽ കൊള്ളുന്നതിലും അധികം ശക്തി നിങ്ങൾ കട്ടുപെടുത്തിയിരിക്കുന്നു. നിങ്ങൾ പറയുന്നത് വിശ്വസിക്കുക. വേണാട് ആപത്തിലാണ്. ഒരുപാട് എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ പോലെ തന്നെ സിനിമ കാണുന്നവർക്കും ഇതൊരു പുതിയ അനുഭവമാവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. കത്തനാർ ലോക സിനിമയിലേക്കുള്ള ഇന്ത്യൻ സിനിമയുടെ, ഞാൻ മലയാളം സിനിമ എന്നല്ല പറയുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കുക, ഇന്ത്യൻ സിനിമയുടെ ഒരു കോൺട്രിബ്യൂഷൻ ആയിരിക്കും ഈ സിനിമ. ആളുകൾ ഇങ്ങനെ ഞെട്ടിക്കുന്നില്ല, ത്രില്ലല്ലേ? വേൾഡിൽ ഇതുപോലത്തെ ഒറ്റ പീസേ ഉള്ളൂ. ഇതുകൂടെ തീർന്നാ വംശനാശം. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.